ഈ വിനീതന്റെ വയത് കേട്ടിട്ട് ഇന്ന് മുതൽ ഖുർആനിലെ ഒരായത്തോടുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഇന്നിവിടെ വെച്ച് തീരുമാനമെടുത്ത് നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്തേ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്തോടുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്നെ ദുനിയാവിലിട്ട് നരകിപ്പിക്കൂല. എത്രയെത്രയോ രോഗികളെ കാണുന്നുണ്ട്, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. അല്ലാഹുവേ, ഭാര്യ ആഗ്രഹിക്കുന്നു, പടച്ചവര് ഈ മനുഷ്യനൊന്നും മരിക്കുന്നില്ലല്ലോ, എന്റെ ഉമ്മയൊന്നും മരിക്കുന്നില്ലല്ലോ, എന്റെ ഉമ്മയൊന്നും മരിക്കുന്നില്ലല്ലോ. എത്രയെത്രയോ രോഗികളെ കാണുന്നവരാ, എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും നമ്മളെ വെറുക്കുമോ വാപ്പാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനോദിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്റെ പെങ്ങളെ, പടച്ചവൻ നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കൂല. രണ്ടാമത്തെ പ്രതിഫലമുണ്ട്. മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്രയോ നല്ല ആൾക്കാർ മരിച്ചല്ലോ, എത്രയോ ജനാസ വെള്ളിയാഴ്ച രാവിലെ കൊണ്ട് കബറടക്കിയവരാണ്, എത്രയോ ആൾക്കാരെ വെള്ളിയാഴ്ച ദിവസം ജുമഅയ്ക്ക് മുമ്പ് ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കിയവരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, ചെറുപ്പക്കാരാ, ഖുർആനോദിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നിനക്ക് നല്ല മരണം കിട്ടും മോരേ. ഒരു നല്ല മരണം വേണ്ടേ? ഒരു നല്ല മരണം വേണ്ടേ വാപ്പാ? വെള്ളിയാഴ്ച ദിവസം ഷഹീദിനെ പോലെ പോകണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് വെച്ച് ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലമാ. മൂന്നാമത്തെ പ്രതിഫലമെന്ന്, ഈ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇന്ന് മുതൽ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, മരിക്കുമ്പോ വെറുതെ മരിച്ചാ പോരാ, പോകുമ്പോ വെറുതെ പോയാ പോരാ, എല്ലാവരെയും കരയിപ്പിക്കണം പൊന്നുപോലെ. എല്ലാവരെയും കരയിപ്പിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകണ്ടേ. അല്ലാഹുവിന്റെ ഖുർആനോദിയാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, എടാ, നിന്റെ ജനാസ കാണാൻ എല്ലാവരും വരും പൊന്നുപോലെ. വെള്ളത്തുണിയിലെ പുതച്ചു കിടത്തിയിരിക്കുന്ന നിന്നെ കാണാ. ഇന്ന് വഅദ് പറയുന്ന സിറാജുണ്ടല്ലോ, ഇന്ന് ഈ വഅദ് പറയുന്ന സമയത്ത് ഇവിടെയെങ്ങാണെന്ന് വീണങ്ങ് മരിച്ചുപോയാ, അല്ലാഹുവേ, നിങ്ങൾ ആരെങ്കിലും എന്നെ എന്റെ നാട്ടിലെന്നെത്തിക്കുമല്ലോ. ഈ സംഘാടകരോ അല്ലെങ്കിൽ എന്റെ കൂടെ വന്ന ചെറുപ്പക്കാര് ഈ പാവപ്പെട്ടവരോട് സ്നേഹമുള്ളതിന്റെ പേരില് എന്റെ മയ്യത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കുമല്ലോ. നാളെ രാവിലെ എഴുതാ, എന്റെ നാട്ടിലെ തിരുവനന്തപുരത്തിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ എന്റെ ഭാര്യ കരയുമല്ലോ, എന്റെ പൊന്നുമോന് സിനാൻ വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് കരയുമല്ലോ, എന്റെ ഉമ്മ കരയുമല്ലോ, എന്റെ കൂടപ്പുറപ്പ് കരയുമല്ലോ. നാട്ടുകാര് മുഴുവനും നിറകണ്ണുകളോട് എന്റെ മയ്യത്ത് കാണാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. ആ സമയത്ത് നിങ്ങൾ വെളിയിൽ നിന്ന് പറയും, ഇന്നലെയും മരണത്തെക്കുറിച്ച് പറഞ്ഞവരാ, ഇന്നലെയും മരണത്തെക്കുറിച്ച് പറഞ്ഞവരാ. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ശത്രു പോലും നീ മരിച്ചെന്ന് കേൾക്കുമ്പോ വരും പൊന്നുപോലെ. എല്ലാവരും നിറകണ്ണുകളോട് വീടിനകത്ത് കയറി വന്നിട്ട് വെള്ള തുണിയിൽ അടിയിൽ കിടക്കുന്ന നിന്റെ മുഖത്ത് നിന്ന് ആ തുണിയങ്ങോട്ട് ഉയർത്തുമ്പോ ചിരിക്കണ്ടേ മോനെ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പോകണ്ടേ? വാപ്പ കരയുമ്പോ, ഉമ്മ കരയുമ്പോ, ഭാര്യ കരയുമ്പോ, മക്കള് കരയുമ്പോ, മരിച്ച വീട്ടിലെ ഏറ്റവും കൂടുതൽ കരയുന്ന സമയമേതെന്നറിയുമോ? മയ്യത്ത് കെട്ടില് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിലടത്തി ദുആ ചെയ്ത് കഴിയുമ്പോ ജനാസ വീടിന്റെ വെളിയിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവേ, എന്തൊരു കരച്ചലാ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ
കൈവിട്ടു പോടോ കാണലെന്നാ പൊന്ന്. എന്റെ ജനാസ എന്റെ വീടിന്റെ വെളിയിലിറക്കുമ്പോ എന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, സിറാജേ എനിക്ക് മുമ്പേ പോവുകയാണോ, എനിക്ക് മുമ്പേ പോവുകയാണോ എന്നാണടാ നിന്നെ എനിക്കൊന്ന് കാണാൻ കഴിയുന്നത്. എന്റെ ഉമ്മ കരയുമ്പോ, എന്റെ ഭാര്യ കരയുമ്പോ, എന്റെ കൂടപ്പുറപ്പുകളെ കരയുമ്പോ ചിരിക്കുന്ന മുഖത്തോട് പോകണ്ടേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങ് പൊന്നുപോരെ, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങ് പൊന്നുപോരെ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആനോദുമെന്ന് തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മയ്യത്ത് കെട്ടിൽ വീടിന്റെ മുന്നിൽ വന്നു. ജനാസ പൊതിപ്പോൾ മയ്യത്ത് കെട്ടിലെടുത്ത് വെച്ചിട്ട് പച്ച തുണിയെടുത്തതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അല്ലാഹുവേ 6 പേര് നിരന്ന് നിൽക്കുമല്ലോ, 6 പേര് നിരന്ന് നിൽക്കുമല്ലോ. എന്നിട്ട് മയ്യത്ത് കെട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തോളിലെടുത്ത് വെക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ ഖുർആനോദിയാ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ ജനാസ ചുമക്കുന്നതാരാ? നിന്റെ വാപ്പയല്ല, നിന്റെ മക്കളല്ല, നിന്റെ കൂടപ്പിറപ്പല്ല, നിന്റെ നാട്ടുകാരല്ല. അല്ലാഹുവിന്റെ ഖുർആനോദിയ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനോടുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ ജനാസ ചുമക്കുന്നത് മലക്കുകളാണിപ്പാ. മലക്കിനെ കൊണ്ട് ജനാസ ചുമപ്പിക്കണ്ടേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോദിയാ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ ജനാസ മലക്ക് ചുമക്കുമ്പോ. അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇവിടെ കബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ നാട്ടിലെ കബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ സദസ്സിൽ നിന്റെ അടുത്തുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോ ചോദിക്കണം, ഉപ്പാ ആർക്കെങ്കിലും വേണ്ടി കബർ കുഴിച്ചപ്പോ, ആർക്കെങ്കിലും വേണ്ടി കബർ കുഴിച്ചപ്പോ വല്ല വാസനയുമുണ്ടായിരുന്നു? അല്ലാഹുവേ, കബർ കുഴിക്കുന്ന സമയത്ത് കബറിലെ മണ്ണിന് പോലും സ്വർഗത്തിന്റെ വാസനയാ. അല്ലാഹുവിന്റെ ഖുർആനോദുന്ന ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളിയുടെ പുറകിൽ നിനക്ക് വേണ്ടി 6 അടി മണ്ണിന്റെ കബർ കുഴിക്കുമ്പോ കബറിലെ മണ്ണിന് സുഗന്ധവാ. എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അറിയുവോ ചെറുപ്പക്കാരാ, അറിയുവോ ചെറുപ്പക്കാരാ, നിനക്ക് നിബിൻ പോളിയല്ലേ അറിയൂ, നിനക്ക് ചാർലിയിലെ മകനെയല്ലേ അറിയൂ. ഓരോ സിനിമാതാരങ്ങൾ ഇറങ്ങുമ്പോ പടച്ചവരെ അവന്റെ കോലത്തിൽ നടക്കുന്ന നിനക്കെങ്ങനെ അറിയാരാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല ജനിച്ചപ്പോഴേ നീ മുസ്ലിമാണല്ലോ. ആ ചെറുപ്പക്കാരൻ മുസ്ലിമായത് 30ാമത്തെ വയസ്സിലാ, വഫാത്തായത് 34ാമത്തെ വയസ്സിലാ. 4 വർഷം ഈ ദുനിയാവിന്റെ തുരുക്കുമൂടിൽ മുസ്ലിമായി ജീവിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി പൊന്നുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ കരഞ്ഞ ദിവസമാണ്. നീ മരിക്കുമ്പോ ആര് കരയുവടാ? നീ മരിക്കുമ്പോ ആര് കരയുവടാ? പൊന്നുപോലെ ചെറുപ്പക്കാരാ, നീ മരിക്കുമ്പോ മമ്മൂട്ടിയുടെ പൊന്നുപോൽ നീ മരിച്ചെന്ന് പറഞ്ഞ് കരയുവോ? ഒരിലയെങ്കിലും നിനക്ക് വേണ്ടി കരയുവോ? ഒരു ചെടിയെങ്കിലും നിനക്ക് വേണ്ടി കരയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവനും കരയുകയാണ്. ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഈ ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ
പ്രവാചകൻ തള്ളവിരൽ കുത്തിയിട്ട് നടന്നു പോവുകയാണ്. ജനാസ ചുമക്കുന്ന ജനാസ ചുമക്കുന്ന സഹാബത്ത് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ലെന്ന് പറയുമ്പോ പ്രവാചകൻ പറയുന്നു, സഹാബാ, മയ്യത്ത് കെട്ടിന് തോളിൽ ചുമ്മാതെ വെച്ചിരിക്കുകയാ, ചുമക്കുന്നത് മലക്കുകളാ സഹാബോ. ആ സഹാബിയുടെ ജനാസ ചുമന്നത് മലക്കുകളാണ്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, കബറ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, കബറ് താഴും തോറും സുഗന്ധം കൂടുകയാണ്. അവസാനം കബറ് കുഴിക്കുന്ന മനുഷ്യർ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മണ്ണ് കസ്തൂരിയായിരിക്കുകയാ, ആ മണ്ണ് കസ്തൂരിയായിരിക്കുകയാ. പാതിരാത്രിയിൽ കബറ് കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരനെ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദ് എങ്ങനെ കിട്ടി സഅദ്, എങ്ങനെ കിട്ടി സഅദ്, ഈ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയോ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെ, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു.